ഇവിടെ ഇവർ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓംലെറ്റിന് $200. ഈ പെണ്ണിത് കഴിക്കുകയാണ്. പക്ഷേ അത് ശരിക്കും മുട്ടായിരുന്നില്ല. അവനും അത് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോഴാണ് മനസ്സിലായത് അത് മാംഗോ ജ്യൂസും തണുത്ത തേങ്ങാപ്പാലും ഉപയോഗിച്ചുണ്ടാക്കിയതാണെന്ന്. അടുത്തത് അവർ ഓർഡർ ചെയ്ത വിഭവം ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു. അതൊരു ചെടിച്ചട്ടി പോലെയുണ്ട്. അവർ വളരെ അത്ഭുതപ്പെട്ടു. അപ്പോഴാണ് റെസ്റ്റോറൻറ്റ് മാനേജർ വന്ന് അതേപ്പറ്റി പുകഴ്ത്തി പറയുകയും വളരെ അഹങ്കാരത്തോടെ സംസാരിക്കുകയും ചെയ്തത്. ഇതുകൊണ്ട് അവന് ദേഷ്യം വന്നു. അവൻ ആ സാലഡും എടുത്ത് നേരെ കിച്ചണിലേക്ക് പോയി. അവിടെ ഫുഡ് കഴിക്കാനാണ്, മാജിക് കാണാനല്ല വന്നതെന്ന് പറയുകയാണ്. ഷെഫിന് ദേഷ്യമൊന്നുമായില്ല. പകരം അയാൾ ഒരു പീസ് ബീഫ് എടുത്തിട്ട് അവന് കൊടുത്തു. ഇവിടെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഒരു ഡിഷ് ഉണ്ടാക്കി കാണിക്കാൻ വെല്ലുവിളിച്ചു. അവനൊരു കത്തി ഉപയോഗിച്ച് ചീര എടുത്തരിഞ്ഞു. എന്നിട്ട് ആ ചീര ചൂടായ എണ്ണയിലിട്ട് വറുത്തു. പിന്നീട് ബീഫ് നേരിയ കഷ്ണങ്ങളാക്കി ഗ്രില്ല് ചെയ്തു. എന്നിട്ട് തീയിലിട്ട് വറുത്തെടുത്തു. പിന്നീട് മസാലകൾ ആഡ് ചെയ്തു. അങ്ങനെ ഒരു സ്വാദിഷ്ടമായ വിഭവം അവനുണ്ടാക്കി. അവൻ ശരിക്കും കഴിവുള്ളവനായിരുന്നു. പക്ഷേ ഷെഫ് അത്ഭുതപ്പെട്ടില്ല. അയാൾ ഒരു ബീഫ് കഷ്ണം എടുത്ത് റെയർ പരുവത്തിൽ പാകപ്പെടുത്തി സ്റ്റീക്ക് പോലെ മുറിച്ച് ഇലകളിൽ വെച്ച് അലങ്കരിച്ചു. എന്നിട്ട് ബീഫ് 30 മിനിറ്റ് ശ്രദ്ധയോടെ വേവിച്ചു. നല്ല സോഫ്റ്റ് ആയിരുന്നു. നല്ല മണമുള്ളതുമായ ഒരു ഡിഫറെൻറ്റ് വിഭവം റെഡിയായി. അവനതെടുത്ത് മണത്ത് നോക്കി. ഷെഫിന് യഥാർത്ഥ കഴിവുണ്ടെന്ന് അയാൾ സമ്മതിച്ചു. ഒന്നും പറയാതെ അവൻ അവിടെ നടന്നു. അപ്പോൾ ഷെഫ് അവനുണ്ടാക്കിയ ഭക്ഷണവും രുചിച്ചു നോക്കുകയാണ്. യഥാർത്ഥ ചൈനീസ് ഭക്ഷണത്തിൻ്റെ രുചി അയാളും അംഗീകരിച്ചു.